മിശിഹായിൽ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിച്ച ബഹുമാനപ്പെട്ട പോളച്ച, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സഹോദരിമാരെ, പ്രിയ സുഹൃത്തുക്കളെ, ദൈവനിയോഗത്താൽ ഗർഭം ധരിച്ച 2 സ്ത്രീകൾ ഒരുമിച്ച് കൂടി കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വൃദ്ധയായ എലീശയും കന്യകയായ മറിയവും ഗർഭം ധരിച്ച് ദൈവനിയോഗം നിർവഹിക്കുന്ന വിധത്തിൽ കണ്ടുമുട്ടുന്നു. ഇളയമ ഗർഭം ധരിച്ചു എന്ന് മാലാഖയിൽ നിന്ന് സന്ദേശം ലഭിച്ച മറിയം തിടുക്കത്തിൽ ഇളയമയെ കാണാൻ പോകുന്നു. അവിടെ ചെന്ന് ആശംസ അർപ്പിച്ചു. അപ്പോൾ അവരുടെ ആശംസകളിൽ പ്രധാനപ്പെട്ടതായിട്ട് 2-3 കാര്യങ്ങളുണ്ടായി. എൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ വരുന്നത് എങ്ങനെ? ഒരു അത്ഭുത വിഷയമായി എലീശുവ അവതരിപ്പിക്കുന്നു. വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതവും. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ആശംസിക്കുന്നു. നമുക്ക് വിചാരിച്ചൻ പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ടത്തലച്ചൻ്റെ 33ാം ചരമ വാർഷിക ദിനം ആചരിക്കുമ്പോൾ ഈ ദൈവനിയോഗം നിർവഹിച്ച ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു പുരോഹിതൻ്റെ ജീവിത സമർപ്പണത്തിൻ്റെ ഒരു വാർഷികമാണ് നാം ആഘോഷിക്കുക. ദൈവനിയോഗം ഏറ്റെടുത്തവനാണ്. പഠിക്കാൻ പോയപ്പോൾ മംഗലാപുരം സെമിനാരിയിൽ നിന്ന് ഫാദർ മുള്ളറിൻ്റെ ആശുപത്രിയിൽ ചെന്നപ്പോൾ അതിനടുത്തുണ്ടായിരുന്ന കുഷ്ഠരോഗ സങ്കേതവും കാണുകയുണ്ടായി 1-ലധികം പ്രാവശ്യം. അങ്ങനെ കണ്ടപ്പോൾ അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും യാതനകളും ഒക്കെ തിരിച്ചറിഞ്ഞ് അവിടെ വെച്ച് ഒരു നിയോഗം അനുഭവപ്പെട്ടത്രേ, ദൈവനിയോഗം. ആ നിയോഗമാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലുടനീളം നിർവഹിച്ചുകൊണ്ടിരുന്നത്. 58 കൊല്ലം പുരോഹിതനായി ജീവിച്ചു. അതിൽ 5 കൊല്ലം മുട്ടം പള്ളിയിലെ അസിസ്റ്റൻ്റായിട്ടുള്ള ശുശ്രൂഷയായിരുന്നു. പിന്നെ പോയിട്ട് 53 കൊല്ലവും ഈ പ്രദേശത്ത്, ഈ സ്ഥലത്ത് ഇതിനെ ഒരു ഹരിതോദ്യാനമായി മാറ്റി എന്നൊരു പാട്ട് പാടുന്നത് കേട്ടു. കാരണം ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് കണ്ടെത്തി. ആ കണ്ടെത്തിയ ദൈവനിയോഗം നിർവഹിക്കുക, അതിന് സംതൃപ്തനായിരുന്നു, സന്തുഷ്ടനായിരുന്നു, സമാധാനമുള്ളവനായിരുന്നു, ശക്തിയുള്ളവനായിരുന്നു, കരുത്തുള്ളവനായിരുന്നു. ആ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിങ്ങനെ നിഴലിച്ചുകൊണ്ടിരുന്നു, അതിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരുന്നു. കഷ്ടപ്പാടുകൾ ഒത്തിരി ഉണ്ടായി. പക്ഷേ ആ കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും കഠിനമായ പ്രയാസങ്ങളുടെ മധ്യത്തിലും ദൈവം നിയോഗിച്ച ജോലി ഞാൻ ചെയ്യുന്നു എന്ന ആത്മബോധം, അവയർനെസ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, ആ വാക്ക്,
മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി അവിടെ നിന്ന് ആരംഭിച്ച, അവിടെ നിന്ന് മനസ്സിൽ കുരുത്ത ആ ഒരു സങ്കല്പം, ഇവർക്ക് വേണ്ടി, ഈ വിഷമിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു പക്ഷേ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം ആദ്യത്തെ അപ്പോയിൻമെൻ്റായിട്ട് അസിസ്റ്റന്റ് ജഡ്ജനായിട്ട് മുട്ടം ഇടവകയിലേക്കാണ് വന്നത്. 1934 ജനുവരി മാർച്ച് 1-ാം തീയതി. അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് ആ പരിസരം മുഴുവൻ ദർശിച്ച് കണ്ടു. അവിടെയൊക്കെ ചുറ്റി നടന്നു, കണ്ടു. കുട്ടികളെ സംഘടിപ്പിച്ച് പാട്ടുപാടി, അവരെയൊക്കെ കൂടെ കടകളിലൊക്കെ പോയി പാട്ടുപാടി സംഭാവന സ്വീകരിച്ചു. അത് പാവപ്പെട്ടവർക്ക് വേണ്ടി നിയോഗിച്ചു. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിയോഗിക്കുന്ന ഒരു മനുഷ്യനായി, കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നവനായി പ്രവർത്തിച്ചു. ആ പ്രവർത്തനം തുടർന്ന് നിർവഹിക്കുകയാണ്. ഈ കുഷ്ഠരോഗികളെ ശേഖരിച്ച് ഇവിടെ വിളിച്ചുകൂട്ടി അവർക്ക് ഒത്തിരി എതിർപ്പുണ്ടായി. ആ കാലത്ത് 33 ഞാൻ ജനിക്കുന്നത് 39. അപ്പോൾ അദ്ദേഹം അന്ന് ഇവിടുത്തെ ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെ ഒത്തിരി കുഷ്ഠരോഗികളുണ്ടായിരുന്നു. അവരെ കൊണ്ട് സംസ്കരിച്ചിരുന്നത് ഈ പ്രദേശത്തായിരുന്നു. ഒരു പൊതു ശ്മശാനമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നു. ആ അവസരത്തിൽ നിന്ന് അതെല്ലാം കണ്ടിട്ട് അതിൻ്റെ ഉടമസ്ഥനായ കണ്ടത്തിപ്പറമ്പിൽ ലൂക്കാസിൻ്റെ അപ്പനെ കണ്ടു, സംസാരിച്ചു. ഞാൻ അറിയും ഈ ആളെ, ലൂക്കാസ് ചേട്ടനെ. ഞാനിവിടെ മുട്ടത്ത് അസ്ഥിയായിരുന്നു. അവിടെ വന്നപ്പോൾ അവിടുന്ന് ഈ ലൂക്കാസ് ചേട്ടന് വേണ്ടി കുർബാനയ്ക്ക് കൊടുക്കാൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും പോകുമായിരുന്നു. വലിക്കുന്ന രക്ഷാവണ്ടിയായിരുന്നു. ആകെ വലിക്കുന്ന രക്ഷാവണ്ടി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, മുട്ടത്തുപള്ളിയിലായിരുന്നു. ആ മുട്ടത്തുപള്ളിയിൽ വലിക്കുന്ന രക്ഷാവണ്ടി പോകുമ്പോൾ ഉടനെ എല്ലാവർക്കും അറിയാം കർത്താവ് ഇടുന്നുണ്ടെന്നു ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ന് തിരിച്ചറിയുകയും വഴി ഒരു മുട്ടുകുത്തി ആചരിക്കുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ 8 മാസമേ എനിക്ക് അവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചുള്ളൂ. എങ്കിലും ഈ വ്യക്തിയെ എനിക്കറിയാം, അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നോട്. അങ്ങനെ തൻ്റെ ദൈവനിയോഗം നിർവഹിക്കുന്നു. ഏൽപ്പിച്ച ജോലികൾ കർത്താവിൻ്റെ വഴികളെന്ന് മനസ്സിലാക്കി ആ വഴിയിലൂടെ നടന്ന് ഒത്തിരിയേറെ കഷ്ടപ്പാടുകളുടെ വഴിയിലൂടെ കടന്നു പോയി. കാഞ്ഞിരപ്പള്ളി മുതൽ പടിഞ്ഞാറ് അർത്തിങ്കൽ വരെയുള്ള സ്ഥലങ്ങളിൽ ഭിക്ഷയാചിച്ചു നിന്ന വിധത്തിൽ സഹായം ചോദിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ മനുഷ്യർ സഹായം ചോദിച്ചു. ആ സഹായം കുറച്ചൊക്കെ കിട്ടിയതുകൊണ്ട് അദ്ദേഹം നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കഥയാണ്, ഞാനത് പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ആ മതിൽ കെട്ടി മതിലകം ആക്കി ഈ ഒരു മണലാരണ്യമായിരുന്ന ആ സ്ഥലം ആനതറ വെളി മതിലകമാക്കി. മതിലകം ഒരു ഒരു ശക്തമായ ഒരു തോട്ടമാക്കി എല്ലാം കർത്താവിൻ്റെ നിയോഗം നിർവഹിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം നീട്ടി പറയുന്നില്ല. കർത്താവിൻ്റെ നിയോഗം നിർവഹിക്കുവാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളുമൊക്കെ പുരോഹിതരായ ഞങ്ങൾ മാത്രമല്ല, സന്യസ്തരായ നിങ്ങൾ മാത്രമല്ല, കുടുംബസ്ഥരായ ആളുകളെല്ലാവരും കർത്താവിൻ്റെ നിയോഗം നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. ഒരിക്കലും മറക്കാൻ പാടില്ല. ആ ചിന്ത നിരന്തരം നമ്മുടെ മനസ്സിൽ സ്പന്ദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒത്തിരി സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും. സേവനങ്ങൾക്ക് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ ധൈര്യമുണ്ടാവും, ശക്തി ഉണ്ടാവും, കരുത്തുണ്ടാവും. കരുത്താണ് നമുക്ക് ആവശ്യം. ഒരിക്കലും ഒരു ഗുരു ശിഷ്യനോട് ചോദിച്ചു, ഒരു നല്ല കാര്യം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്. അപ്പോൾ ശിഷ്യന്മാർ പലതും നമുക്ക് സ്വർഗരാജ്യം കിട്ടും, സാഹോദര്യം കിട്ടും, ദൈവാനുഗ്രഹം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതൊന്നുമല്ല, ഒന്നുകൂടെ ചെയ്യാനുള്ള കരുത്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഓർമ്മിക്കാം, ഒന്നുകൂടെ ചെയ്യാനുള്ള കരുത്താണ് കിട്ടുക.
ആ കരുത്ത് കിട്ടി സംഗ്രഹിച്ച് സമ്പാദിച്ച് കരുത്തുള്ളവരായി തീരണം നമ്മൾ. ഇടതുവെച്ച് നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. ഇന്ന് ഈ 33-ാം ചരമദിനം ആചരിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ നന്മ ചെയ്തതെല്ലാം കരുത്തിൻ്റെ അടയാളങ്ങളായി മാറ്റിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ? അതോ ഒരു കടമ നിർവഹിക്കുന്ന പോലെയുള്ള ജോലിക്കാരായിട്ട് മാറുകയാണോ നമ്മൾ ചെയ്യുന്നത് എന്നുകൂടെ ആലോചിക്കാൻ ഒരു അവസരമാണ്. ദൈവത്തെ നിയോഗികൾ നിർവഹിക്കപ്പെട്ട 2 സ്ത്രീകളുടെ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. ബഹുമാനപ്പെട്ട കണ്ടെത്തലച്ചൻ തനിക്ക് കിട്ടിയ ആ നിയോഗം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായിട്ടാണ് അദ്ദേഹം അത് കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. വെറും സർവീസ് സേവനമല്ലത്, തൻ്റെ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായിട്ട്, തൻ്റെ സന്യാസത്തിൻ്റെ പൂർണ്ണതയായിട്ട്, തൻ്റെ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയായിട്ട് അദ്ദേഹം അത് കണ്ട് നിർവഹിച്ചു. അവിടെയാണ് ഓരോ പ്രവൃത്തിയും, ഓരോ പരാജയവും, വിഷമങ്ങളും ക്ലേശങ്ങളും കരുത്താർജിക്കാനുള്ള സന്ദർഭങ്ങളായി രൂപപ്പെടുത്തിയെന്നുള്ളതാണ് വിശേഷം. ഈ വിശേഷം നമ്മൾ ഓർമ്മിക്കണം. ഇങ്ങനെ കർത്താവിൻ്റെ ആ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഓരോ തരത്തിൽ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ്. ഓരോ വേദിയിൽ നമ്മൾ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ്. വിവാഹിതർ അവരുടെ കുടുംബത്തിൽ അവർ നിയോഗിക്കപ്പെട്ടവരാണ്. സന്യസ്തർ അവരുടെ ആശ്രമത്തിൽ നിയോഗിക്കപ്പെട്ടവരാണ്. പരിശീലിക്കുന്ന നേഴ്സുമാർ ആശുപത്രിയിൽ നിയോഗിക്കപ്പെട്ടവരാണ്. ഈ നിയോഗശുദ്ധി, ദൈവനിയോഗം, ദൈവമാണ് എന്ന് നിയോഗിച്ചാക്കിയിരിക്കുന്നതെന്ന അവബോധം ആഴപ്പെടുകയും അതിൽ ഒരു വിശുദ്ധിയുടെ പരിവേഷം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അവിടുത്തെ മുട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടെ വന്ന് താമസിച്ച് 53 വർഷം കഠിനാധ്വാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, കഠിനാധ്വാനമല്ല നമ്മുടെ ആവശ്യം. ദൈവനിയോഗം നിർവഹിക്കുന്നു എന്നത് തെളിച്ചമായിട്ട് കണ്ടെത്തിയിട്ട് സന്തോഷമായിട്ട് നിർവഹിച്ച് എന്നും ഓരോ ദിവസവും കരുത്താർജിക്കുക മാത്രമല്ല, സന്തോഷിക്കണം. ഐ ആം ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് തൻ്റെ ജീവിതം രക്ഷാകരമാക്കിയ കർത്താവിൻ്റെ അനുയായികളെന്ന നിലയിൽ നമ്മൾ നിർവഹിക്കണം, സന്തോഷിക്കണം, ആശ്വസിക്കണം, ശക്തിപ്പെടണം. അങ്ങനെ എല്ലാ ദിവസവും ഓരോ ജോലി ചെയ്യുമ്പോഴും കർത്താവിൻ്റെ നിയോഗം നിർവഹിച്ചു എന്ന സംതൃപ്തിയോടുകൂടി നിർവഹിച്ച് സംതൃപ്തരാവണം. ഈ സംതൃപ്തിയുടെ വളർച്ച, അതാണ് നമ്മുടെയൊക്കെ ജീവിതാന്ത്യം. അങ്ങനെ സംതൃപ്തരായി ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മദർ തെരേസ പറയുകയുണ്ടായി, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത്, സംതിങ് ഗുഡ് ഫോർ ഗോഡ് ചെയ്യണം. അതായത് ഞാനത് വലിയ കാര്യമൊന്നും ഞാൻ ചെയ്യുന്നില്ല, ബട്ട് ഐ ഡു സംതിങ് ഗുഡ് ഫോർ ഗോഡ്. അങ്ങനെ സംതിങ് ഗുഡ് ഫോർ ഗോഡ് എന്ന നിർവഹിക്കുന്ന ഓരോ ദിവസവും അങ്ങനെ ആ ദിവസമെല്ലാം സംശുദ്ധമായി പരിശുദ്ധമായി ദൈവ അനുഗ്രഹത്താൽ നിറഞ്ഞതായി ഭവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് ഒരു വാചകം കൂടി നിറവേറുകയാണ്: നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം, നിങ്ങൾ ലോകത്തിന് ഉപ്പായിരിക്കണം. ഉപ്പിൻ്റെ ഉദ്ദേശം നമുക്കറിയാമല്ല, രുചി കൊടുക്കുക. ഈ ലോകത്തിന്, ഈ കാണുന്ന വിഭാഗത്തിന് മുഴുവൻ രുചി കൊടുക്കണം. അരോചകമാവരുത് ജീവിതം, രുചിയുള്ളതാക്കി കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നാം എന്ന അവബോധത്തോടുകൂടി സന്തോഷത്തോടുകൂടി എന്നും ആനന്ദപൂർവം കർത്താവ് ഏൽപ്പിച്ച ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നു. അതല്ലേ കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന്. അങ്ങനെ പൂർത്തിയാക്കുന്ന കർത്താവിൻ്റെ നിയോക്താക്കളായി രൂപപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ബഹുമാനപ്പെട്ട കണ്ടത്തിലച്ഛൻ്റെ മാതൃക, മുത്തച്ഛൻ്റെ ത്യാഗം, കണ്ടത്തിലച്ഛൻ്റെ ക്ലേശം, കണ്ടത്തിലച്ഛൻ്റെ സമർപ്പണം നമുക്ക് മാതൃകയും പ്രേരണയും പ്രചോദനവുമായിരിക്കട്ടെ. മംഗലാപുരത്ത് നിന്ന് കിട്ടിയ പ്രചോദനം ചേർത്തലയിലാണ് അദ്ദേഹം നിർവഹിച്ചത്. അവിടുത്തെ കിട്ടിയ പ്രചോദനം ചേർത്തലയിൽ നിർവഹിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് മാറിയെന്നാണ്, എന്താണ്, കേരളത്തിൻ്റെ ഡാമിയനായിട്ട് മാറിയ അദ്ദേഹം. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ പ്രചോദനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ദൈവം നൽകുന്ന പ്രചോദനങ്ങൾ കിട്ടി, അതെല്ലാം സ്വീകരിച്ച്
അതിലൂടെ വിടരുന്ന പുഷ്പങ്ങളായി മാറി സുഗന്ധം പരത്തിക്കൊണ്ട് ജീവിക്കുവാൻ, അതാണ് കർത്താവ് പറഞ്ഞ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുവാൻ തന്നിരിക്കുന്ന നിയോഗം നിർവഹിക്കപ്പെട്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഈ വിശുദ്ധ ദിനത്തിൻ്റെ സന്ദേശം അതായിരിക്കട്ടെ. എന്നും എന്നും എപ്പോഴും കർത്താവിൻ്റെ നിയോഗം നിർവഹിക്കുന്ന വിശുദ്ധ വ്യക്തികളായി രൂപപ്പെടുവാൻ അനുഗ്രഹവും കൃപയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി